മോഹൻലാലിനെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യൻ വന്നിരിക്കുകയാണ് സ്റ്റേജിൽ. അതായത് ഒരു താരമാകുന്നത് കണ്ടിട്ടുണ്ട്, രജനീകാന്ത് താരമാണ്, നടനെയും കണ്ടിട്ടുണ്ട്, കമലഹാസൻ, തിലകൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരാളെങ്ങനെയാണ് താരമെന്നുള്ള രീതിയിലും നടനെന്നുള്ള രീതിയിലും ഇത്ര ഉയരത്തിലെത്തുന്നത്? ഭയങ്കര വലിയ പുകഴ്ത്തലാണ് മോഹൻലാലിനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മോഹൻലാൽ ഈ ഇടയ്ക്ക് ബോട്ടോക്സ് സർജറി ചെയ്ത് ഇതിന് വലിയ വിമർശനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം എക്സ്പ്രഷൻ വരുന്നില്ല. പക്ഷെ അതെല്ലാം ഇപ്പോൾ വിട്ടുമാറിയിരിക്കുകയാണ്. അദ്ദേഹം ആയുർവേദ ചികിത്സയൊക്കെ എടുത്തെന്ന് കേട്ടു. അതിനുശേഷം അത് കാലതാമസം കൊണ്ട് ബോട്ടോക്സ് എഫക്റ്റ് ഒക്കെ കുറഞ്ഞു. പ്രായം ഒരുപാട് 10-15 വർഷം ചെറുപ്പമായെന്നൊക്കെ ആരാധകർക്കിടയിൽ ചെയ്തെന്ന് പറയുന്നു. എന്താണ് പക്ഷെ അതിനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് 25 വയസ്സ് കുറഞ്ഞു മോഹൻലാലിൽ നിന്നൊക്കെ മുഖ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 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 പൊതുവെയുള്ള ഒരു കിംവദന്തിയുണ്ട്. മുഖ്യൻ ആരെങ്കിലും പ്രശംസിച്ചു കഴിഞ്ഞാൽ, അതായത് ദിലീപിനെ പ്രശംസിച്ച് ദിലീപിന് എന്തോ ഒരു പുരസ്കാരം നൽകി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ദിലീപ് ഈ പറയുന്ന ഏടാകുളത്തിൽ ചെന്ന് പെട്ടത്. അതുപോലെ ഈ ഭരണം തുടങ്ങിയപ്പോൾ കുറെ പ്രാവുകളെ പറത്തി വിട്ടിരുന്നു. ആ പ്രാവുകളെല്ലാം തന്നെ ചത്ത് പൊങ്ങി പിന്നീട് കണ്ടിരുന്നു, ചത്ത് വീണ് ചത്തു. പല പല കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു മാൻഡ്രൈക്ക് എഫക്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പറയുമ്പോൾ അന്ധവിശ്വാസം എന്ന് പറയും. പക്ഷെ എന്തായാലും മോഹൻലാൽ ആരാധകർ അന്ധവിശ്വാസമാണെങ്കിലും ഇപ്പോൾ ഒരാൾ പറയുകയാണ് നീ ഈ വരുന്ന ഞായറാഴ്ച മരിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ അന്ധവിശ്വാസി അല്ലാത്ത ഒരാളും ആ ഞായറാഴ്ച ആകുമ്പോൾ ഒന്ന് ഭയക്കും, അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ ഈ മോഹൻലാൽ ആരാധകർക്ക് ഒരു ഭയമുണ്ട്. അന്ധവിശ്വാസം അല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വാസി കൂടിയാണ്. മോഹൻലാലിന് പേടിയൊന്നുമില്ല. മോഹൻലാൽ ആരാധകർക്ക് ഒന്ന് തിരിച്ചു വന്നു, കരിയറിലേക്ക് ഒന്ന് തിരിച്ചു വന്നതാണ്. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡൊക്കെ അത്യുന്നതങ്ങളിൽ നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് ഏത് രീതിയിൽ, കാരണം ശരീരത്തിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, കഴിവിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, സൗന്ദര്യത്തിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു താരപ്രഭയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും അസ്തമിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ആരാധകർ വലിയ ആശങ്കയിലാണ്. ഇപ്പൊ മുഖ്യൻ പുകഴ്ത്തിയതിന്റെ കുറച്ച് ഭാഗം നമുക്ക് കേൾക്കാം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വഴക്കമേറിയ നടന ശരീരമാണ് മോഹൻലാലിന്റേത്. ആയാസരഹിതമായ ആ അഭിനയ ശൈലി മലയാളികൾ കണ്ടു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അപ്പോ മുഖ്യനെ പൊഴുത്തിയതിന്റെ അടിയിൽ ഒരുപാട് പേർ കമന്റ് ഇടുന്നത് മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു, മോഹൻലാലിന്റെ കാലം. കുറെ കമന്റ് ഞാൻ അങ്ങനെ കണ്ടു. കാരണം എന്താന്ന് വെച്ചാൽ ഈ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ നേരിട്ടത് പ്രളയം. 2 തവണയാണ് നമ്മൾ പ്രളയത്തെ നേരിട്ടത്. ഇപ്പോഴും മഴ വരുമ്പോൾ നമുക്ക് ഭയമാണ്. ഏതോ ഒരു ക്രിക്കറ്റ് താരത്തെ അസറുദ്ദീൻ അങ്ങനെ എന്തോ പറയുന്ന ഒരു ക്രിക്കറ്റ് താരത്തെ പൊഴുത്തി. 2ാമത്തെ തവണ അദ്ദേഹം ആദ്യത്തെ റൗണ്ട് ഔട്ടായി. ഒരൊറ്റ ബാറ്റിൽ അദ്ദേഹം ഔട്ടായി. ഒരു ആദ്യത്തെ പോലെ തന്നെ അദ്ദേഹം ഔട്ടായി. അങ്ങനെ ആര് പൊഴുത്തിയാലും അവരൊക്കെ മാൻഡ്ര എഫക്റ്റ് ആണ്. ഒന്ന് ആലോചിക്കുക, ഈ അടുത്ത സമയത്ത് പമ്പയിൽ പോയിട്ട് ആഗോള സംഗമം നടത്തി. അത് കഴിഞ്ഞ് പിണറായി വീട്ടിലെത്തിയില്ല, അയ്യപ്പൻ വരെ പണി കിട്ടി. എന്നുവെച്ചാൽ സ്വർണം പൂശിയത് ചെമ്പായി മാറിയെന്ന്. ഇനിയിപ്പോ അവിടെ പോലീസ് കയറി ഇറങ്ങി അയ്യപ്പന്റെ ഇനി വേണമെങ്കിൽ അത് വരച്ചു. അപ്പൊ അയ്യപ്പനൊന്ന് തൊട്ടതേ ഉള്ളൂ, തീർന്ന്. എന്തിൽ തൊട്ടാലും അതിനൊക്കെ വല്ലാത്തൊരവസ്ഥ. കാരണം ആ ജിഷ്ണു എന്ന് പറയുന്നൊരു ചെറുക്കനുണ്ടല്ലോ, ഒരു പയ്യൻ, അവനെ കുറിച്ച് എന്തോന്ന് പൊഴുത്തിയതേ ഉള്ളൂ. അവൻ പിണറായി ഭക്തനായിരുന്നു. വിഷുവിന് കണിയേണ്ടത് പോലും പിണറായിയാണ്. പിറ്റേ വിഷു കാണാൻ അവൻ ഉണ്ടായില്ല. ജിഷ്ണു എന്തോന്നാ ആ കൊച്ചിന്റെ പേര്. ഭയങ്കര പിണറായി ഭക്തനായിരുന്നു. വിഷുവിന് കണിയേണ്ടത് പിണറായി വിജയനായിരുന്നു. പക്ഷെ അടുത്ത പ്രാവശ്യം കണി കാണാൻ അവനില്ല. അതായി അത്രമാത്രം പിണറായി വിജയൻ ആരെങ്കിലും നോട്ടം വെച്ചാൽ അവരൊക്കെ നോട്ടം വെച്ചാലല്ല, പൊഴുത്താൻ പാടില്ല. അതുകൊണ്ടാണ് സതീശനൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. കാരണം സതീശനൊന്നും ജമ്മത്തിങ്ങനെ പൊഴുത്തൂല. അല്ല, അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പിണറായി വിജയൻ സ്വയം പൊഴുത്തണമെന്ന് തോന്നിയപ്പോ പിണറായി വിജയൻ അത് സ്വയം ചെയ്തില്ല. കുറെ തിരുവാതിരയൊക്കെ നടത്തി എല്ലാവരെയും കൊണ്ട് കവിത എഴുതിപ്പിച്ച് അവരെ കൊണ്ടാണ് പൊഴുതിപ്പിച്ചത്. കാരണഭൂതൻ. പിന്നെ സ്വയം പൊഴുത്തില്ല. മറ്റേ ഭസ്മാസുരന്റെ കഥ പറയുന്നു. അവസാനം ഭസ്മാസുരൻ മരിക്കുന്നത് എങ്ങനെയാണ്? മോഹിനിയോടൊപ്പം നൃത്തം കളിച്ചിട്ട് ഈ പറയുന്ന കൈ സ്വയം തലയുടെ മുകളിൽ വെക്കുമ്പോഴാണ് അങ്ങനെ ഒരിക്കലും പിണറായി വിജയൻ സ്വയം പ്രശംസിക്കില്ല. അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇടയ്ക്ക് പ്രശംസിച്ചത് മറ്റേ ഇതാണ്, സൂര്യനും ചന്ദ്രനും ഇടയിലുള്ള മറ്റേ വടിവാളിനിടയിലൂടെ ഞാൻ നീങ്ങി ഇരട്ട ചങ്കൻ എന്നെ നിങ്ങൾ പേടിപ്പിക്കും. എനിക്കാണ് അതിലൊക്കെ ഒന്നും ഇപ്പൊ മറന്നുപോയി. അതായത് ഊരിപ്പിടിച്ച വാളുകൾക്കിടയിൽ നടന്ന എന്നെയാണോ നിങ്ങൾ ഭയപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് നാള് മകളുടെ കാര്യമൊക്കെ പറഞ്ഞ് സ്വയം പൊഴുത്തിയതിനു ശേഷമാണ് ഈ മകളുടെ പ്രശ്നം വന്ന് അതോടെ നിർത്തി, പൊഴുത്തൽ നിർത്തി. പിന്നെ മകളുടെ വിഷയം വന്ന്
പിന്നെ ഈ സ്വപ്ന വന്ന് ഈ പൊഴുത്തൽ കഴിഞ്ഞപ്പോ പിറ്റേ ആഴ്ച സ്വപ്ന വന്ന് ചെമ്പില് സ്വർണം കടത്തിയെന്ന് പറഞ്ഞു. ബിരിയാണി ചെമ്പില് സ്വർണം കടത്തിയ സ്വപ്ന വന്ന് എക്സാലോജിക്ക് വന്ന് മോൾ എപ്പം വേണമെങ്കിലും ജയിലിൽ പോവാന്നുള്ളതായി. പിന്നെ മരുമോന്റെ പേരിൽ പ്രശ്നങ്ങളായി. അങ്ങനെ സംഘടനയുടെ പേരാണ് കോമഡി, SFIO. അതായത് SFIO. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് അത് ഒരു ഭാഗത്തോടെ നിർത്തിയപ്പോൾ വിചാരിച്ചു ഇനി ജമ്മത്ത് ഞാൻ എന്നെ പോയിട്ടില്ല, ഇനി എനിക്ക് നശിപ്പിക്കാൻ ആരെയൊക്കെ തോന്നുന്നോ അവരെയൊക്കെ പൊഴുത്താം എന്ന് തോന്നി. അങ്ങനെ നോക്കിയപ്പോഴാണ് മമ്മൂട്ടി ഇവിടെ ഉണ്ടല്ലോ, മമ്മൂട്ടി നമ്മളാളാണല്ലോ, ഞമ്മന്റെ ആളാണല്ലോ. ഇപ്പൊ രോഗമുക്തനായിട്ട് തിരികെ വന്നു. അപ്പൊ അതിനെ അഭിനന്ദിച്ചില്ല. ഇല്ല, നല്ലതായി. അദ്ദേഹത്തിന് ഇനിയും ദീർഘായുസ് കിട്ടട്ടെ, അങ്ങനെ തന്നെ ഇരിക്കണം. അഭിനന്ദിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് തോന്നുന്നു വന്ന കാര്യം ഇങ്ങനെ പേടിച്ചാണെന്ന് മമ്മൂട്ടി പുറത്ത് പറഞ്ഞില്ല. അങ്ങനെ രോഗം പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് പറയും. അതോടുകൂടി മലയാളക്കാരൻ ദുഃഖത്തില്ല. അതോടുകൂടി ദേഹപൂർണമായി പോയി ആ അവസ്ഥ. ഇപ്പൊ മോഹൻലാലിനെ പോയിട്ടൊന്നും കണ്ടാൽ മോഹൻലാലിന്റെ വയസ്സൊക്കെ എടുത്ത് പറഞ്ഞേ. മോഹൻലാൽ ചെറുപ്പക്കാരനായിട്ട് സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവരുടെ 22 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള അപ്പൊ മോഹൻലാലിന്റെ മുഖം കാണണം, വിളിച്ചിരുത്തി അപമാനിക്കുന്നത് പോലെ. അദ്ദേഹത്തിന്റെ ജന്മദിനമൊക്കെ എല്ലാവരും ആഘോഷിക്കണം. അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ 65 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിന്റെ അഭിനയം ഈ 65-ലെത്തി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അഭിനയ മാഹാത്മ്യം. അപ്പൊ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വിചാരിക്കും മോഹൻലാലിന്റെ കൈകൾ, പുരികം, ചെവി ഇതൊക്കെ എന്നുള്ളത് അത് നിങ്ങളെ തോന്നൽ മാത്രമാണ്. എനിക്ക് അഭിനയം അത്ര അനായാസമല്ല, അതൊരു സമസ്യയാണ്. ഒരുപാട് നാളാ ജോലി ചെയ്ത് എന്നെ ഉണ്ടാവുന്ന കാര്യമാണ്. അല്ലാതെ പറയുന്നത് ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ മനോഭാവം, അതേ ടെൻഷൻ, അതെ ഒരു കഥാപാത്രം വരുമ്പോ എനിക്കത് ചെയ്യണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഇതെനിക്ക് ചെയ്യാൻ കഴിയണം. ഇപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ താരമാണ് മെസ്സി. ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് അങ്ങോട്ട് ഫുട്ബോൾ തട്ടിപ്പോ കോട്ടനകത്ത് ചെന്ന് വീണതല്ല, അത് പഠിച്ചുള്ള തഴക്കം വന്നപ്പോ മെസ്സി തട്ടിയാലേ അത് പോകും എന്നുള്ള തരത്തിലേക്ക് മെസ്സി തന്നെ അതിനെ കൊണ്ടുവന്നതാണ്. അതല്ല അതുപോലെയാണ് മോഹൻലാൽ. സർവകല മെസ്സിയെ പറയുന്നത് കാലിൽ തലച്ചോറുള്ള മനുഷ്യൻ എന്നാണ്. അപ്പൊ അത് അതിന്റെ കാലിന് സ്വന്തമായിട്ട് തലച്ചോറുള്ള പോലെയാണ് അദ്ദേഹത്തിന്റെ കാൽ പ്രവർത്തിക്കുക. അതൊരിക്കലും പരിശീലനം കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ജന്മസിദ്ധമായിട്ടുള്ള. അതേസമയം റൊണാൾഡോ എന്ന് പറയുന്ന ഒരാൾ പരിശീലനം കൊണ്ട് നേടിയെടുത്ത കഴിവാണ്. നമ്മുടെ മമ്മൂട്ടി അതുപോലെ തന്നെ പരിശീലനം കൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, മിനുക്കിയാണ്. പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ച് ജന്മസിദ്ധമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിരലുകൾ അഭിനയിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ആ എളിമയോടെ പറയുന്ന കാര്യങ്ങളാണ് നമ്മളെയൊക്കെ ആളുകൾക്ക് ഒരു ചെറിയ ഇത് കിട്ടിയാൽ തന്നെ എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്നിടത്താണ് ഈ മോഹൻലാൽ പറയുന്നത്, എനിക്കിപ്പോഴും ഞാൻ അതിൽ കുട്ടിയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തുടരുമെന്ന സിനിമയില് തുടരും സിനിമയുടെ സംവിധായകനായിട്ടുള്ള തരുൺ മൂർത്തി മോഹൻലാലിനോട് പറഞ്ഞു, ലാലേട്ട മറ്റേ സതയം സിനിമയിലെ ക്ലൈമാക്സിൽ കൊണ്ടുവന്ന എക്സ്പ്രഷൻ, ആ ഒരു സൈക്കിക് എക്സ്പ്രഷൻ ഉണ്ട്, ആ ഒരു എക്സ്പ്രഷൻ വേണം, ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ഇതിന്റെ ഉന്മാദത്തിന്റെ എക്സ്പ്രഷൻ അത് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ മോഹൻലാലിന് അതിന് കൊടുത്ത മറുപടി, അവനെ എന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ, എനിക്കതൊന്നും അറിഞ്ഞുകൂടാ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ്, അതായത് സ്വന്തം ഒരു അഭിനയം പോലും തിരിച്ച് അത് വീണ്ടും പുനർനിർമ്മിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഹൻലാലിന് അറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഇതൊരു എന്താ പറയാ ഒരു ഒരു തപസ് പോലെ ചെയ്യുന്ന ഒരു കാര്യം. സതയം സിനിമയെ കുറിച്ച് അദ്ദേഹം തന്നെ സൈക്കോളജിസ്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട്, വലിയ വിദഗ്ധരായ സൈക്കോളജിസ്റ്റ് വരെ. കാരണം ഒരു സൈക്കോളജിക്കൽ രീതിയിലേക്ക് ഒരാൾ എങ്ങനെയാണോ ആ സമയത്ത് പെരുമാറുന്നത് അതിന്റെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് യഥാർത്ഥത്തിൽ ഒരു തലയ്ക്കകത്ത് പ്രശ്നങ്ങളുള്ള ഒരാളുണ്ടല്ലോ, അയാൾ ആ സമയത്ത് എങ്ങനെയാണോ ഉന്മാദമുള്ള ഒരാൾക്കാർ, നമ്മളിപ്പോ ഉന്മാദമുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അവരുടെ കണ്ണിൽ ഒരു തിളക്കം കാണാൻ പറ്റും, ഒരു മാനിക് വൈബ് എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു തിളക്കം ആ ഒരു സീനിൽ മോഹൻലാലിന്റെ കണ്ണുകൾക്കുണ്ട്. അതെങ്ങനെയാണ് ആ തിളക്കം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മോഹൻലാലിനോട് ചോദിച്ചു ഉത്തരം കിട്ടില്ല, അദ്ദേഹത്തിന് അറിയില്ല. ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഭാഗ്യം പറഞ്ഞ ഒരമ്മ ഇങ്ങനൊരു മകനെ പ്രസവിക്കാനൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ളത്. അത് മാത്രമല്ല നമ്മള് മറ്റേ സാഗർ കോട്ടപ്പുറം ചോദിച്ചു പോവാം, ആ കറക്റ്റ് ആ മദ്യപിച്ച് ലെക്ക് കെട്ട ഒരു സാഗർ കോട്ടപ്പുറം പിന്നെ പോലീസിനെ വിളിക്കേ എന്നൊക്കെ ചോദിക്കണേ, അതെ ആ ഒരു അങ്ങനെ എത്ര അഭിനയം. കമലദളത്തിലെ നൃത്തം, വടിവോ ശരീരം വഴങ്ങി കറക്റ്റ് ഒരു പിന്നെ ഒരുപാട് വർഷം നൃത്തം അഭ്യസിച്ചെടുത്തവരുടെ പോലത്തെ ഒരു മെയ്വഴക്കം പറയുന്നത്. ഇപ്പം നർത്തകൻ, ഇപ്പൊ വിനീതോ അല്ലെങ്കിൽ മറ്റ് നർത്തകരുടെ പ്രൊഫഷൻ ഉണ്ടെന്നല്ല പറയുന്നത്, ഗ്രേസ് എന്ന് പറയുന്നത് മെയ്വഴക്കം കറക്റ്റ് വഴങ്ങിയാണ് ലാലേട്ടൻ അഭിനയിക്കുന്നത്. പറയുന്നത് നർത്തകർക്ക് ഗ്രേസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇപ്പൊ നല്ല
ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നർത്തകർ ഗ്രേസ് വരണമെന്നില്ല. ഇല്ല. ഗ്രേസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക, അതായത് നമുക്ക് അതിനകത്ത് അത് കാണുമ്പോൾ തന്നെ ആഹാ എന്ന് തോന്നുന്നത്. അപ്പൊ മോഹൻലാലിന്റെ ആ നൃത്ത ചലനങ്ങൾക്ക് പെർഫെക്ഷൻ ഉണ്ടെന്നല്ല പറയുന്നത്, ആ ഒരു ഗ്രേസ്, അതായത് തഴക്കം വന്ന ഒരു നർത്തകന്റെ ഒരു ഇരുത്തം എന്നൊക്കെ നമ്മൾ പറയും, അതാണ് ഉള്ളത്. അതുപോലെ വാനപ്രസ്ഥത്തിലെ കഥകളിക്കാരൻ, അങ്ങനെ നമുക്ക് എണ്ണിയാൽ തേന്മാവിൻ കൊമ്പത്തെ കഥാപാത്രങ്ങൾ, അങ്ങനെ ഇതെല്ലാം എടുത്ത് പവിത്ര ചേട്ടച്ചൻ, പവിത്രത്തിൽ ഇതൊന്നും നമുക്ക് സേതുമാധവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും 20 വയസ്സിൽ സിനിമയിൽ വന്നു, പിന്നെ അദ്ദേഹത്തിന്റെ യുവത്വവും എല്ലാം തന്നെ സിനിമയാണ്, ലക്ഷറിയിലാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ജീവിത സാഹചര്യങ്ങളാണ് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. ഇത്രയും തന്മാത്ര സിനിമയൊക്കെ കണ്ടാൽ നമുക്ക് ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഞാൻ ചെങ്കോൽ ഇതുവരെ കണ്ടിട്ടില്ല. മോഹൻലാൽ മരിക്കുമെന്നാ പറയുന്നത്, ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ മോഹൻലാൽ മരിക്കണമെന്ന് നമ്മുടെ വീട്ടിൽ ആരോ മരിക്കുന്നതിന്റെ ഒരു തുല്യം പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്മാത്ര സിനിമയിൽ അദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അൽഷിമേഷ്യസ് രോഗി, അത് നടൻ സാജൻ സൂര്യ ഉണ്ട്, അറിയായിരിക്കും, സീരിയലിലേക്കുള്ള. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിതാവിന് ഈ അൽഷിമേഷ്യസ് വന്നിട്ടാണ് മരണപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ഈ തന്മാത്ര സിനിമ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഈ നാക്ക് ഇങ്ങനെ മോഹൻലാൽ അത് വെക്കുന്നതും അതെല്ലാം തന്നെ ഈ തന്റെ അച്ഛൻ കാണിക്കുന്നത് പോലെയായിരുന്നു. അത് എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഒരു രോഗിയെ നിരീക്ഷിച്ചിട്ടല്ല അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ഇവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യത്തിന് മോഹൻലാലിന് ഉത്തരവില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ശക്തി പിണറായി വിജയന്റെ ഈ ഒരു എന്താണ് പറയുന്നത് അനുഗ്രഹത്തിൽ നിന്ന് മോഹൻലാലിനെ രക്ഷിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.